ആഴക്കടലിന്റെ അടിത്തട്ടിൽ സൂര്യപ്രകാശം എത്താത്ത അത്രയും ആഴമുള്ള ജലത്തിൽ ഒരു വിചിത്രമായ മത്സ്യം വസിച്ചിരുന്നു. അതിൻ്റെ പേരാണ് ഡൂംസ്ഡേ ഫിഷ്. അതൊരു സാധാരണ മത്സ്യമല്ല. നീളം 10 മീറ്ററോളം വരുന്ന ഒരു വലിയ മത്സ്യം. അതിൻ്റെ ശരീരം വെള്ളയും ചുവന്ന നിറത്തിൽ മിന്നി മിനുങ്ങുന്നതായിരുന്നു. അതിൻ്റെ തലയിൽ നീളമുള്ള പ്രകാശമുള്ള ചിറകുകളുണ്ടായിരുന്നു. അത് കടലിൻ്റെ ആ ഇരുട്ടിൽ ഒരു തിരശീല പോലെ നിന്നിരുന്നു. ഈ ഒരു മത്സ്യം ഇപ്പോൾ കരയ്ക്കടിഞ്ഞിട്ടുണ്ട്. ഇത് അവിടെ ഉണ്ടായിരുന്ന 2 പേർ വീഡിയോ എടുത്തു. അത് സോഷ്യൽ മീഡിയ മുഴുവനും പിന്നെ കത്തിപ്പടരാൻ തുടങ്ങി. ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം പലരുടെ മനസ്സിൽ പല സംശയങ്ങളും ചോദ്യങ്ങളും ഉയരാൻ തുടങ്ങി. ഈ ഡൂംസ്ഡേ ഫിഷിനെ ആഴക്കടലിൻ്റെ രാജാവായാണ് കരുതപ്പെടുന്നത്. പക്ഷേ അതെപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. അതിൻ്റെ ജീവിത രീതി തന്നെ ഒരുപാട് രഹസ്യങ്ങൾ നിറഞ്ഞതാണ്. പഴയ കിംവദന്തികൾ പറയുന്നത് ഡൂംസ്ഡേ ഫിഷ് കടലിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉപരിതലത്തിലേക്ക് വരുമ്പോൾ അതൊരു വലിയ പ്രകൃതി ദുരന്തത്തിൻ്റെ മുൻകറുത്ത സൂചന എന്നാണ്. അങ്ങനെ ഡൂംസ്ഡേ ഫിഷിനെ കുറിച്ച് എന്താണിതെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. വളരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളുമുണ്ട്. ഇതിനെക്കുറിച്ച് ആയിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ മനുഷ്യർ സംസാരിച്ചിരുന്നു. പലരും ഇതിനെ ഭയപ്പെടുന്നുണ്ട്. ഇത് കരയിലേക്ക് വന്നാൽ തന്നെ ജനങ്ങളെല്ലാം ഭയന്ന് വിറയ്ക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില യഥാർത്ഥ കഥകൾ വരെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മത്സ്യമാണ് ഇപ്പോൾ കരയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വിശ്വാസങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എങ്ങനെയാണ് വന്നത്? അടുത്തത്, ഇങ്ങനെ ഒരു മത്സ്യം കരയിലേക്ക് വന്നു, അപ്പോൾ സത്യത്തിൽ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമോ? ഇതിനെക്കുറിച്ച് സയൻസ് എന്താണ് പറയുന്നത്? ഇന്ന് വളരെ അത്ഭുതകരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വിശദമായി അറിയാനായി ഈ വീഡിയോ മുഴുവനായും കാണുക. ഈ ഡൂംസ്ഡേ ഫിഷ് ഓർ ഫിഷ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഏറ്റവും നീളമേറിയ ഒരു ബോണി മത്സ്യമാണ്. ഇതിൻ്റെ നീളം 11 മീറ്റർ, ഏകദേശം 36 അടി വരെ ഉണ്ട്. ഇത് സാധാരണ ആഴക്കടലിൽ വസിക്കുന്ന ഒരു മത്സ്യമാണ്. അതിനാൽ ഈ മനുഷ്യരുമായുള്ള ഒരു ഇടപെടൽ വളരെ വിരളമാണ്. അത്യപൂർവമായി മാത്രം കരയിലേക്ക് എത്തുന്ന ഈ മത്സ്യത്തെ മെക്സിക്കൻ തീരത്ത് ജീവനോടുകൂടി കണ്ടത് അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് വലിയ ഭയത്തിന് കാരണമായി. പൊതുവെ ഈ രാത്രികളിലെത്തുന്ന ഓർ മത്സ്യം ഇത്തവണ പ്രത്യക്ഷപ്പെട്ടത് പകൽ സമയത്തായിരുന്നു. ഈ ഫെബ്രുവരി മാസം 9-ാം തീയതി മെക്സിക്കോയിലെ ബാജ കാലിഫോർണിയ സൂർ എന്ന സ്ഥലത്തുള്ള പ്ലായയിൽ ക്ലോമത്തോ എന്ന ബീച്ചിലാണ് ഈ മത്സ്യത്തെ കണ്ടത്. ബീച്ച് സന്ദർശിക്കാനെത്തിയ റോബർട്ട് ഹയസും ഭാര്യയുമാണ് ഈ മത്സ്യത്തെ കണ്ടത്. അതൊരു അപൂർവ മത്സ്യമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും അവർ എടുക്കാൻ തുടങ്ങി. അത് സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്തു. ഈ ഫോട്ടോസും വീഡിയോസുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ പിന്നീട് വൈറലായത്. കടലിലേക്ക് പോകാൻ കഴിയാതെ കിടക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തുടർന്ന് കടലിലേക്ക് തന്നെ തിരിച്ചിറങ്ങാൻ അവർ ആ മത്സ്യത്തെ സഹായിച്ചു. പക്ഷെ അത് ഓരോ തവണയും കരയിലേക്ക് അടുക്കുകയായിരുന്നു. പിന്നീട് ആ മത്സ്യത്തിന് പരിക്കേറ്റതായി സംശയം തോന്നിയതുകൊണ്ട് മറൈൻ ബയോളജിസ്റ്റിന്റെ അടുത്തേക്ക് ഈ ഒരു മത്സ്യത്തെ കൊണ്ടുപോയി. മത്സ്യത്തിന്റെ ചിത്രങ്ങളും വീഡിയോയും എല്ലാം നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. അതെല്ലാം വൈറലാകാൻ തുടങ്ങി. അതോടൊപ്പം എല്ലാവരും ഭയപ്പെടാനും തുടങ്ങി. ഇതിന് പുറകിൽ പല കാര്യങ്ങൾ പറയാനും തുടങ്ങി. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഉടനീളം പടരാൻ തുടങ്ങി. എന്തുകൊണ്ട് ഈ ഡൂംസ്ഡേ ഫിഷിനെ കണ്ട് എല്ലാവരും ഭയപ്പെടുന്നു എന്നുള്ളതിന് ചെറിയൊരു കഥ ആദ്യം അറിയാം. ഇതിന് യഥാർത്ഥത്തിൽ ഓർ ഫിഷ് എന്നാണ് പറയുന്നത്. ഈ ഓർ ഫിഷ് എന്നത് കടലിന്റെ അടിത്തട്ടിൽ, ഈ ലോകത്തിന്റെ തന്നെ ഏറ്റവും ആഴമായ പ്രദേശം, കടലിന്റെ ഏറ്റവും അടിത്തട്ട്, 1% മാത്രം സൂര്യപ്രകാശം ലഭിക്കുന്ന ഒരിടം, ആ 1% പോലും ഇല്ല എന്ന് വേണമെങ്കിലും പറയാം. അത്രയും ആഴമായ പ്രദേശത്ത് ജീവിക്കുന്ന ഈ ജീവികളാണ് ഓർഫിഷ്. ഇതിന് ജനങ്ങൾ വിളിച്ച പേരാണ് ഡൂംസ്ഡേ ഫിഷ്. ഈ പേരിന് കാരണം എന്താണെന്നുള്ളതും ഞാൻ പറയാം. ഈ ഓർഫിഷ് ഇത് ഇന്നുവരെയും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ 56 ഫീറ്റ് ലെന്ത് ഉണ്ടായിരുന്നു. ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ഒരു 3 ആനകളെ നിരത്തി നിർത്തിയാൽ എത്രയുണ്ടാകും? അത്ര നീളമുണ്ടാകും. ഈ ഒരു വലിയ മീനിന് 270 കിലോ ഭാരമുണ്ടാകും. അതായത് ഒരു വലിയ സിംഹത്തിന്റെ ഭാരം. അപ്പോൾ ചിന്തിച്ചു നോക്കുക, ഒരു 3 ആനയുടെ നീളം, ഒരു വലിയ സിംഹത്തിന്റെ ഭാരത്തോടു കൂടിയ ഒരു വലിയ മീൻ. ഈ മീനിന്റെ പേരാണ് ഓർഫിഷ്. ഇത് ഉള്ളതിൽ വെച്ച് വളരെ ആഴമായ പ്രദേശത്ത് കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം ഫിഷാണ്. 2010-ലാണ് ആദ്യമായി ഇതിനെ ജീവനോടുകൂടി വീഡിയോ എടുത്തത്. അതിന് മുൻപുവരെയും ഇതിനെ ജീവനോടുകൂടിയുള്ള യാതൊരു വീഡിയോസും എടുത്തിട്ടില്ല. കരയിലേക്ക് അടിഞ്ഞ് അത് മരിച്ച രീതിയിൽ ചില ഫോട്ടോസ് വന്നിട്ടുണ്ട്.
ജീവനോടുകൂടി അപ്പോഴായിരുന്നു ആദ്യമായി എടുത്തത്. കാരണം അത്രത്തോളം റെയറായ ഒരു മത്സ്യമാണിത്. അതിൻ്റെ പുറമേ കാണാൻ തന്നെ ഒരു സിൽവർ കളറായിരിക്കും. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ പടർന്ന ചിത്രങ്ങൾ, വീഡിയോസ് എല്ലാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. ഒരു മിനുമിനുങ്ങുന്ന രീതിയിലാണ് അതിൻ്റെ പുറം തോട് തന്നെ ഉണ്ടാവുക. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം, സാധാരണ അക്വേറിയം, കടൽ, ഈ സ്ഥലങ്ങളിൽ മീനുകൾ കാണപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം അത് സമാന്തരമായിട്ടായിരിക്കും സഞ്ചരിക്കുക. പക്ഷേ ഈ ഒരു മത്സ്യം വെർട്ടിക്കലി, കുത്തനെയാണ് സഞ്ചരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തുള്ള മത്സ്യങ്ങൾക്ക് പോലും അതിനെ കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ വളരെ വേഗതയിൽ അത് മിന്നിമറഞ്ഞു പോകും. അടുത്ത് വളരെ രസകരമായൊരു കാര്യം, ഈ ഒരു മത്സ്യത്തെ വേട്ടയാടാൻ കഴിവുള്ള മറ്റൊരു മത്സ്യം ഇല്ല എന്നാണ് പറയുന്നത്. ഇതിന് ഒരു നാച്ചുറൽ പ്രിഡേറ്റർ ഇല്ല. അതിനാൽ ഇതിന് നമുക്കൊരു കടൽ രാജാവ് എന്ന് തന്നെ വിളിക്കാം. അടുത്ത രസകരമായൊരു കാര്യം, കഴിഞ്ഞ 1000 വർഷത്തിൽ മൊത്തത്തിൽ ഒരു 100-200 തവണ മാത്രമേ ഇതിനെ കണ്ടിട്ടുണ്ടാകൂ. അപ്പോൾ എത്രത്തോളം അപൂർവമായ ഒരു മത്സ്യമാണിതെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ആ ഒരു കാലഘട്ടത്തിൽ ഒരു 1000 വർഷങ്ങൾക്ക് മുൻപ് കടലിൽ ജോലിക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ, ട്രേഡേഴ്സ്, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന കപ്പൽ യാത്രക്കാർ, ഇങ്ങനെയുള്ള ചിലർ ഈ ഒരു മത്സ്യത്തെ കണ്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ പാമ്പ് പോയി എന്നാണ്. ഒരു കപ്പലിനെ തന്നെ മുഴുവൻ വിഴുങ്ങാൻ കഴിവുള്ള അത്രത്തോളം വലിയ ഒരു പാമ്പിനെ കണ്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. സീ സ്നേക്ക് എന്നാണ് അവർ തെറ്റിദ്ധരിച്ചത്. പക്ഷേ അത് സത്യത്തിൽ ഓർഫിഷ് ആയിരുന്നു. ഇവർ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരുപാട് കഥകളും ചിത്രങ്ങളും വന്നിട്ടുണ്ട്. ഒരു ഡ്രാഗൺ പോലെ ഇതിനെ ചിത്രീകരിച്ചിട്ടൊക്കെ ഉണ്ട്. ഇതിനെ കണ്ട് ആ ഒരു കാലം മുതൽ ഇന്ന് വരെയും ജനങ്ങൾ ഭയപ്പെടാനുള്ള ഒരു കാരണം, ഞാൻ ഇതിനകം പറഞ്ഞതുപോലെ ഇത് അത്ര പെട്ടെന്നൊന്നും പുറത്തേക്ക് വരികയില്ല. ഈ ഓർഫിഷിനെ ജപ്പാൻകാർ നൽകിയ പേര് റീഗു നോ സുഗോയ് എന്നാണ്. ജപ്പാനീസ് ഭാഷയിൽ ഇതിന്റെ അർത്ഥം മെസ്സഞ്ചർ ഫ്രം ദ ഡ്രാഗൺസ് പാലസ്, അതായത് ഡ്രാഗന്റെ കൊട്ടാരത്തിൽ നിന്നും വന്നിരിക്കുന്ന ഒരു ദൂതൻ എന്നാണ് അർത്ഥം. അപ്പോൾ ജപ്പാനിലുള്ള ഒരു വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, കടലിനുള്ളിലാണ് അവരുടെ രാജാക്കന്മാർ വസിക്കുന്നത്. ജപ്പാൻ ഐതിഹ്യം അനുസരിച്ച്, അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ ദേവന്മാർ, അവരുടെ ദൈവം അല്ലെങ്കിൽ രാജാക്കന്മാർ, ഇവരെല്ലാവരും കടലിനുള്ളിൽ ആണ് ജീവിക്കുന്നത്. അതാണ് അവരുടെ വിശ്വാസം. ജപ്പാൻ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഐലൻഡാണ്. അപ്പോൾ അവരുടെ പല കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഈ കടലുമായി ബന്ധപ്പെട്ടാണ് വരിക. അങ്ങനെ കടലിനുള്ളിൽ അവരുടെ ദൈവങ്ങളും രാജാക്കന്മാർ ഉള്ളതായും അവിടെ നിന്ന് എപ്പോഴെങ്കിലും ഈ ഒരു മീൻ പുറത്തേക്ക് വരുമെന്നും, അതും 100-120 വർഷത്തിലൊരിക്കലൊക്കെ ഈ മീൻ പുറത്തേക്ക് വരുമെന്നും, അങ്ങനെ പുറത്തേക്ക് വരികയാണെങ്കിൽ കടലിനുള്ളിലുള്ള രാജാവ് പുറത്തുള്ള ജനങ്ങൾക്ക് എന്തോ ഒരു സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വലിയ പ്രശ്നം കടലിൽ നിന്ന് മനുഷ്യരിലേക്ക് വരാൻ പോകുന്നു, ഭൂമിയിലേക്ക് വരാൻ പോകുന്നു, എല്ലാവരും സൂക്ഷിക്കണമെന്നുള്ള ഒരു സന്ദേശം നൽകാനാണെന്നും പറയുന്നു. ഇനി ഈ ഒരു മീനിനെ സംബന്ധിക്കുന്ന ഒരു പുരാണ കഥയുണ്ട്. 1000 വർഷങ്ങൾക്ക് മുൻപ് ജപ്പാനിലെ ഒരു കടൽക്കരയിൽ ഇങ്ങനെ ഒരു മീൻ പ്രത്യക്ഷപ്പെട്ടു. ഇത് കരയിലേക്ക് വന്നപ്പോൾ ഇത് കണ്ട ജനങ്ങളെല്ലാം ഭയപ്പെട്ടു. മീൻ വന്നു, എന്തോ ഒരു വലിയ പ്രശ്നം വരാൻ പോവുകയാണ്, ഇങ്ങനെ ഗ്രാമം വിട്ട് എല്ലാവരും പുറത്തേക്ക് പോകണമെന്ന് ചില മുതിർന്ന ആളുകൾ ആവശ്യപ്പെട്ടു. ഈ സമയത്ത് ജനങ്ങൾ 2 വിഭാഗമായി തിരിഞ്ഞു. അതിൽ ഒരു വിഭാഗം പറഞ്ഞത്, ഇല്ല, അങ്ങനെയൊന്നും പോകാൻ സാധിക്കില്ല, ഞാൻ ഇവിടെ തന്നെ ജീവിക്കും, ഇതിനൊക്കെ ആരെങ്കിലും ഭയപ്പെടുമോ, ഇത് സാധാരണ ഒരു മീനല്ലേ, ഇക്കാലത്ത് ആരെങ്കിലും ഇങ്ങനെയൊക്കെ വിശ്വസിക്കുമോ ചെയ്യുമോ എന്നൊക്കെ വാദിച്ചു. എന്നാൽ മറ്റൊരു വിഭാഗം പറഞ്ഞത്, ഇല്ലില്ല, എനിക്ക് ഭയമാണ്, എന്തോ അനിഷ്ടം സംഭവിക്കാൻ പോകുന്നുണ്ട്, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ചിലരൊക്കെ ആ ഗ്രാമം വിട്ടുപോയി. കുറച്ചാഴ്ചകൾക്കുള്ളിൽ തന്നെ ഒരു വലിയ ഭൂകമ്പം കടലിനുള്ളിൽ ഉണ്ടാവുകയും ഒരു വലിയ സുനാമി വന്ന് ആ ഗ്രാമത്തെ മുഴുവനും നശിപ്പിച്ചു. ആരെല്ലാമാണോ ഈ ഓർഫിഷിന്റെ സന്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചത് അവരെല്ലാം സുനാമിയിൽ നിന്നും രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവരെല്ലാം, ഈ സന്ദേശം ശ്രദ്ധിക്കാത്തവരെല്ലാം നശിച്ചു. അതിനാൽ ഈ ഒരു മീനിനെ നാശത്തിന് മുൻപുള്ള ഒരു മെസ്സഞ്ചർ, ദൈവം എന്തെങ്കിലും ചെയ്യാൻ പോകുന്നു, ഒരു വലിയ പ്രശ്നം വരാൻ പോവുകയാണെങ്കിൽ ജനങ്ങൾക്ക് അതിന് മുന്നോടി ഒരു മുന്നറിയിപ്പ് നൽകാൻ പോകുന്ന ഒരു മെസ്സഞ്ചർ ആണെന്നുള്ള സ്റ്റോറിയും പറയുന്നുണ്ട്. ഇതൊരു മിത്തോളജിയാണ്. അതുകൊണ്ടാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ ഒരു ഓർഫിഷ് വളരെ റെയറായി മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ. അങ്ങനെ വന്നാൽ എല്ലാവരും അത് ഭയപ്പെടാനും കാരണം, എന്തോ ഒരു വലിയ പ്രശ്നം വരാൻ പോകുന്നുവെന്നുള്ള ഭയം എല്ലാവരിലും വരുന്നത്. ആഴക്കടലിൽ വസിക്കുന്ന ഇവർ ഈ തീരത്ത് അടിഞ്ഞാൽ വലിയ വിപത്തുകൾ ഉണ്ടാകുമെന്ന് ഇപ്പോഴും പല രാജ്യങ്ങളും വിശ്വസിക്കുന്നുണ്ട്. ലോകം അവസാനിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായും ഈ ഓർഫിഷിനെ ബന്ധപ്പെടുത്തുന്നുണ്ട്. ഇനി കാലാവസ്ഥ മാറ്റമാകാം ആഴക്കടലിൽ നിന്ന് മത്സ്യത്തെ കരയിൽ എത്തിച്ചത് എന്ന് പറയുന്നവരുമുണ്ട്. ഇനി അസുഖം ബാധിക്കുമ്പോഴോ മരിക്കാറാകുമ്പോഴോ കൂട്ടം തെറ്റുമ്പോൾ മാത്രമാണ്
ഈ ഓർ മത്സ്യങ്ങൾ കരയിലേക്ക് എത്തുക എന്ന അഭിപ്രായക്കാരുമുണ്ട്. ഒഡീസയിലെ പൂരിക്ക് സമീപമുണ്ടായ 5.1 തീവ്രതയുള്ള ഭൂകമ്പമടക്കം തുടർച്ചയായി ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്ന ന്യൂനമർദ്ദങ്ങളും ഓർ മത്സ്യവും തമ്മിലുള്ള ബന്ധവും സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നുണ്ട്. ജീവനുള്ള ഓർ മത്സ്യങ്ങൾ കരയിലേക്ക് അടിയുന്നത് വളരെ വളരെ അപൂർവമായിട്ടാണ്. ജീവനോടെയുള്ള ഈ ഓർ മത്സ്യത്തെ ആദ്യമായി വീഡിയോയിൽ പകർത്തിയതും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 2001 US നേവി ആയിരുന്നു. കടലമ്മയുടെ സന്ദേശവാഹകരാണ് ഈ മത്സ്യം എന്നാണ് ജപ്പാൻകാരുടെയൊക്കെ ഒരു വിശ്വാസം. 2011 ഹുക്കുഷിമ ഭൂമികുലുക്കത്തിനും സുനാമിക്കും മുൻപായി 20ഓളം ഓർ മത്സ്യങ്ങൾ തീരത്തേക്ക് അടിഞ്ഞിരുന്നു. എന്നാൽ 2019 ജപ്പാനിൽ നടന്ന ഒരു പഠനത്തിൽ ഈ മത്സ്യങ്ങളും ഭൂമികുലുക്കവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് കണ്ടെത്തി. പക്ഷേ ഈ വിചിത്രമായ ഒരു യാദൃശ്ചികം എന്ന് പറയട്ടെ, പലയിടത്തും പ്രകൃതി ദുരന്തങ്ങൾക്ക് മുൻപായി ഈ മത്സ്യങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 2024 നവംബറിൽ കാലിഫോർണിയയിലെ ഗ്രാൻഡ് വ്യൂ ബീച്ചിൽ ഒരു ഓർ ഫിഷിനെ കണ്ടിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോൾ 7.0 തീവ്രതയുള്ള ഭൂകമ്പവും സുനാമി മുന്നറിയിപ്പും അവിടെ നൽകുകയും ചെയ്തിരുന്നു. ഒരു പക്ഷേ ഇത്തരം സംഭവങ്ങൾ തന്നെയാകാം ഈ ഡൂംസ്ഡേ മത്സ്യത്തെ ഭയത്തോടെ ആളുകൾ കാണാനും കാരണമാകുന്നത്. ഇതൊക്കെ ജനങ്ങളുടെ വിശ്വാസവും ഐതിഹ്യങ്ങളും കാലാകാലങ്ങളായി പറഞ്ഞു വരുന്ന കാര്യങ്ങളുമാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് സയൻസ് എന്താണ് പറയുന്നത്? ശാസ്ത്രം ഇതിനെങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ആദ്യമേ ഒരു കാര്യം പറയാം, ഈ ഓർ ഫിഷിനെ കുറിച്ച് വളരെ കുറവ് മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ. ഈ ഡൂംസ്ഡേ മത്സ്യങ്ങൾ ആഴക്കടലിൽ വസിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള പഠനവും വളരെ പരിമിതമാണ്. ഈ ഡൂംസ്ഡേ ഫിഷുകൾ എത്ര കാലം ജീവിക്കും എന്നുള്ളതിനെക്കുറിച്ച് പോലും ഒരു കൃത്യത നമുക്ക് ആർക്കുമില്ല. ഒരു 30 വർഷം, 40 വർഷം, അതിൽ കൂടുതലുമാകാം. ഇങ്ങനെയൊക്കെ ഊഹാപോഹങ്ങൾ ഉണ്ടെന്നല്ലാതെ അതിൻ്റെ ശരിയായ ഒരു ലൈഫ് ടൈം നമുക്കറിയില്ല. അതിനാൽ തന്നെ ഈ ഒരു മത്സ്യത്തെക്കുറിച്ച് നമുക്ക് അത്ര അധികമായി വിശദീകരിക്കാനും സാധിക്കില്ല. പക്ഷേ ഈ ഡൂംസ്ഡേ ഫിഷ് വളരെ വളരെ റെയറായ ഒരു ഫിഷ് ആണെന്ന് സയൻസ് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമതായി സയൻസ് പറയുന്നത്, ഒരുപാട് ഇടങ്ങളിൽ എർത്ത്ക്വേക്ക് പോലുള്ള വലിയ ഭൂകമ്പം വരുമ്പോൾ അതിന് ചില നിമിഷങ്ങൾക്ക് മുൻപ് ചില ആനിമൽസ് പ്രത്യക്ഷപ്പെടുക, അല്ലെങ്കിൽ അവ വളരെ വിചിത്രമായി പെരുമാറുക, ഇങ്ങനെയുള്ള ചില റിപ്പോർട്ട്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതും സയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതേ സയൻസ് പറയുന്നത്, ഒരു മോഡേൺ ഫിഷ് കരയിൽ അടിയുകയാണെങ്കിൽ അത് വയസ്സായ കാലത്ത് മരിക്കാൻ പോകുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് അത് കരയിലേക്ക് അടിയുന്നത്, മറ്റു യാതൊരു കാരണവും ഇല്ല എന്ന്. രണ്ടാമതായി, അടുത്തിടെ നമ്മൾ ഒരുപാട് ഓർ ഫിഷിനെ ഇങ്ങനെ പുറത്ത് കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട വൈറലായ ഒരു മത്സ്യം 56 ഫീറ്റ് ഒന്നുമില്ല, അതിലും വളരെ ചെറുതാണ്. ഇവ ഇങ്ങനെ പുറത്തു വരാൻ കാരണം ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് അധികമാണ്. ഭൂമി വളരെ വളരെ ചൂടാകുന്നുണ്ട്. ഭൂമിക്കടിയിൽ വളരെ ഡീപ്പസ്റ്റ് എർത്തിൽ പോലും വളരെ വലിയ രീതിയിൽ ഗ്ലോബൽ വാർമിംഗ് ഫീൽ ആകുന്നുണ്ട്. അതുകൊണ്ട് ലോകം മുഴുവനിലെയും ഒരുപാട് ജീവികൾ അവയുടെ ജീവിത രീതികളെ മാറ്റുന്നുണ്ട്. അങ്ങനെ ഓർ ഫിഷും അതിൽ ബാധിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഇത് പുറത്തേക്ക് വന്നത്. അതുപോലെ മറ്റൊരു കാര്യം പറയുന്നത്, അപ്പോൾ ഇത് സാധാരണ ഭീതിജനകമായ ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുമില്ല. പിന്നെ ഇങ്ങനെയുള്ള മത്സ്യങ്ങൾ ഉപരിതലത്തിലേക്ക് വരുന്നത് സാധാരണയല്ല. അതിനാൽ ഇത് പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഒരു യാദൃശ്ചികതയാകാമെന്നും സയൻസ് പറയുന്നു. കൂടാതെ ഇത് പരിസ്ഥിതി വ്യതിയാനങ്ങളുടെ ഒരു സൂചനയാകാം, പക്ഷേ ഇത് ദുരന്തങ്ങളുടെ ഒരു നിശ്ചിത സൂചനയല്ല എന്നും പറയുന്നു. പക്ഷെ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. മനുഷ്യന് ഒരിക്കലും പഠിച്ചെടുക്കാൻ കഴിയാത്തത്, എത്ര പഠിച്ചാലും അവസാനിക്കാത്ത വളരെ രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ഈ കടൽ മാത്രമായിരിക്കും. അതിനാൽ പഠനങ്ങൾ വീണ്ടും വീണ്ടും അത്യാവശ്യമാണ്. എന്നാൽ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു മത്സ്യം കരയ്ക്കടിയുമ്പോൾ ഒരു വലിയ ഭൂകമ്പം, പ്രളയം, സുനാമി വരാൻ പോകുന്നു എന്നൊക്കെ ചോദിച്ചാൽ അതിനുള്ള സാധ്യത ഒരു 0% മാത്രമാണ്. ഇതും ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായമാണ്. ഇപ്പോൾ ഈ പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ടെന്ന് പറയുന്നവരും ഉണ്ടാകും, ഇല്ല എന്ന് പറയുന്നവരുമുണ്ട്. ഇത് രണ്ടിനും ഇടയിൽ വളരെ കുഴപ്പം നിറഞ്ഞൊരു മാനസികാവസ്ഥയിലുള്ള കുറച്ച് പേരുണ്ട്. ഉണ്ടെന്ന് പറയണോ, ഇല്ലെന്ന് പറയണോ, വിശ്വസിക്കണോ വേണ്ടയോ, ഇങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലുള്ള കുറച്ച് പേരുണ്ടാകും. അതുപോലെയാണ് ഡൂംസ്ഡേ ഫിഷിൻ്റെ കാര്യവും. ഇത് വന്നാൽ പ്രകൃതി ദുരന്തം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. എന്തെങ്ങനെയായാലും ഇത് ഒരു പ്രകൃതിയുടെ ദൂതാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. സത്യത്തിൽ ഇത് പ്രകൃതിയുടെ രഹസ്യങ്ങളെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഈ ദുരന്തങ്ങളുടെ എല്ലാം ഒരു മുൻകരുത്ത് സൂചനയാണെന്ന് വിശ്വസിക്കപ്പെടുന്നെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്.
ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ പ്രകൃതിയെ മാനിക്കുകയും അതിൻ്റെ സന്തുലിതാവസ്ഥയെ സംരക്ഷിക്കുകയും ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങളായി വരിക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഭയപ്പെടുന്നത് പോലെ പ്രകൃതി ദുരന്തങ്ങളും വരില്ല. ഒരു മത്സ്യം വന്ന ഉടൻ ഭയപ്പെടേണ്ട ആവശ്യവുമില്ല. ഇനി നിങ്ങൾക്ക് ഈ മത്സ്യത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ ഒരു മത്സ്യത്തെ കണ്ടതിന് ശേഷം ഇത് എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ സൂചനയാണെന്ന്? അല്ലെങ്കിൽ സാധാരണ ഒരു മത്സ്യം ഏതോ ഒരു കാരണം കൊണ്ട് കരയിലേക്ക് അടിഞ്ഞതാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.